പെട്രോളിൽ മദ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. പെട്രോളിൽ മദ്യമുണ്ട്. നമ്മൾ വാങ്ങുന്ന പെട്രോളിൽ 1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ 200 മില്ലി മദ്യമാണ് നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അതായത് എഥനോൾ. ഈ പെട്രോളിൽ നിന്നും മദ്യത്തെ നമുക്ക് എങ്ങനെ വേർതിരിക്കാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ഉള്ളിലേക്ക് കാണാൻ പറ്റിയ ഒരു ബോട്ടിൽ എടുക്കുക. ആ ഗ്ലാസ് ജാറിൽ 100 മില്ലി വെള്ളം ഒഴിക്കുക. 100 മില്ലി വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വാട്ടർ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യുക. ആ വാട്ടർ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ പെട്രോൾ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 4-5 മണിക്കൂറിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ബോട്ടിൽ നിന്ന് പോയി നോക്കുക. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച വാട്ടർ ലെവലിനേക്കാളും മുകളിലേക്ക് വാട്ടർ ലെവൽ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഥനോളിന് വെള്ളത്തിനെ ആകർഷിക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. എഥനോൾ എന്ത് ചെയ്യും? വെള്ളത്തിനെ അതിലേക്ക് വലിച്ചെടുക്കും. അതുകൊണ്ട് പെട്രോളിലുള്ള വെള്ളം ഈ താഴെയുള്ള വെള്ളവുമായി ചേർന്ന് പെട്രോളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് തന്നെ നിൽക്കും. ഈ ഡെൻസിറ്റി കൂടിയതായതുകൊണ്ട് ഈ എഥനോൾ എവിടെ വരും? എഥനോളും വെള്ളവും നേരെ പെട്രോളിന്റെ താഴെ വന്ന് നിൽക്കും. മുകളിലുള്ളത് ശുദ്ധമായ പെട്രോൾ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് ആരും കുടിക്കാൻ വേണ്ടി മദ്യമൊന്നും ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ശുദ്ധമായ പെട്രോൾ എന്ന് പറഞ്ഞ് മുകളിലെ പെട്രോൾ എടുത്തിട്ട് വണ്ടിയിൽ ഉപയോഗിക്കാനും പാടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഒരു അറിവിന് വേണ്ടി മാത്രം തന്നൊരു വീഡിയോ ആണ്, മദ്യം ഉണ്ടാക്കാനുള്ള വീഡിയോ അല്ല. E20 പെട്രോൾ, E20 പെട്രോളിലാണ് നമുക്ക് ഇത് ലഭിക്കുക. E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വണ്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.